ശ്രീ വി ഡി സതീശൻ, നമുക്ക് വയനാടിൻ്റെ നഷ്ടപ്പെട്ട ഭാഗങ്ങൾ, അത് കിലോമീറ്ററുകളോളം തകർന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ്, താങ്കളും നേരിട്ട് കണ്ടതാണല്ലോ. ആ ഭാഗത്തേക്ക് അവരെ കൊണ്ടുപോകുന്നതിന് പകരം അവരുടെ എല്ലാം അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ട് സുരക്ഷിതമായ ഒരിടത്തേക്ക് 5 സെന്റിലോ അല്ലെങ്കിൽ 2 സെന്റിലോ അല്ല, അവർക്ക് ഒരു 15 സെന്റ് സ്ഥലത്ത് അവരുടെ 3 കിടപ്പുമുറികളുള്ള ഒരു വീട് പണിത് കൊടുത്ത് ആരാധനാലയങ്ങളും കടമുറികളും എല്ലാമുള്ള സുരക്ഷിതമായ ഒരു ആവാസ വ്യവസ്ഥ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയുള്ള ഒരു ടൗൺഷിപ്പാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം കൂടുകയല്ലേ ശ്രീ വി ഡി സതീശൻ? തീർച്ചയായിട്ടും. കാരണം ഒരു കാരണവശാലും ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് അവരെ തിരിച്ചു കൊണ്ടുപോകരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം പുതിയൊരു സ്ഥലം കണ്ടെത്തണം. പുതിയൊരു സ്ഥലം കണ്ടെത്തുമ്പോൾ ഇനി ഈ അവിടെ ജീവിച്ചിരുന്ന ആളുകൾ പലതരത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണ്. ഇനിയിപ്പോൾ അവരുടെ കുടുംബമൊന്നും അവരുടെ കൂടെയില്ല. അനാഥരായ കുട്ടികളുണ്ട്, മക്കളും കൊച്ചുമക്കളും നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കായി പോയ പ്രായമായ ആളുകളുണ്ട്, മെന്റൽ ട്രോമ ബാധിച്ച ആളുകളുണ്ട്, ഒരുപാട് നഷ്ടപ്പെട്ട. അവർക്കൊരു കമ്മ്യൂണിറ്റി ലൈഫാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഒറ്റപ്പെട്ട ഒരു ജീവിതമല്ല. ഒരു കമ്മ്യൂണിറ്റി ലൈഫാണ്. ഒരു ടൗൺഷിപ്പ് രൂപീകരിച്ച് അവിടെ ഒരു ഗെറ്റ് ടുഗദറിനുള്ള സ്ഥലം കൊടുത്ത്, സ്കൂൾ കൊടുത്ത്, ആശുപത്രി കൊടുത്ത്, അവിടെ ഒരു അംഗൻവാടി കൊടുത്ത്, അവർക്ക് ചെറിയ മാർക്കറ്റ് കൊടുത്ത്, നല്ല ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാം വെച്ചിട്ട് നല്ല ആംബിയൻസ് ഉള്ള ഒരു നല്ല സ്ഥലം അവർക്ക് കൊടുത്ത് ഒരു മാതൃക റീഹാബിലിറ്റേഷൻ പ്രോസസ്സാക്കി ഇതിനെ മാറ്റണം. അതിന് ഇപ്പോൾ റിപ്പോർട്ടർ TV മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഈ ആശയത്തെ ഞങ്ങൾ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളിവിടെ 100 വീട് വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഞങ്ങൾ സാധാരണ സർക്കാർ 4 ലക്ഷമാണ് വീട് വയ്ക്കാൻ കൊടുക്കുന്നതെങ്കിൽ ഞങ്ങൾ 8 ലക്ഷം രൂപയ്ക്ക് വീട് വെച്ച് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ഒരു വീട്, സാമാന്യ തിരക്കേടില്ലാത്ത ഒരു വീട്, വഴിപാടിന് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്നതല്ല, നല്ലൊരു വീട് ചെയ്തു കൊടുക്കാം. ഈ ഒരു പ്രപ്പോസലുമായിട്ട് പൂർണ്ണമായി സഹകരിക്കും. ഗവൺമെന്റിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വീട് നഷ്ടപ്പെട്ട 100 പേരുടെ പേരുകൾ തന്നാൽ ആ 100 പേർക്ക് ഞങ്ങൾ വീട് വെച്ചു കൊടുക്കാം. ഞങ്ങൾ പറഞ്ഞിരുന്നത് സർക്കാർ സ്ഥലം തന്നാൽ അവിടെ ചെയ്യാം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി നല്ല രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടർ TVയുടെ ഈ നിർദ്ദേശത്തെ ഞങ്ങൾ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. ഇതൊരു മാതൃകാ ടൗൺഷിപ്പാക്കി മാറ്റണം. എക്കാലത്തും നമ്മൾ കേരളം ഇത്തരം നല്ലൊരു മാതൃക ചെയ്തിരിക്കുന്നു. അതിനെ സഹകരിക്കാൻ തയ്യാറായ റിപ്പോർട്ടർ TVയുടെ മാനേജ്മെന്റിനെ ഞാൻ പ്രത്യേകമായി കാര്യത്തിൽ അഭിനന്ദിക്കുകയും ചെയ്തു. ശ്രീ വി ഡി സതീശൻ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ കർണാടക സർക്കാരാകട്ടെ, തെലങ്കാന സർക്കാരാകട്ടെ, നമ്മുടെ കോൺഗ്രസിൻ്റെ മറ്റ് സംവിധാനങ്ങളാകട്ടെ, രാഹുൽ ഗാന്ധി അവിടെ വന്നപ്പോൾ അദ്ദേഹം തന്നെ പറയുകയും ചെയ്തു 100 വീടുകൾ എന്നുള്ളത്. എല്ലാ സംവിധാനങ്ങളും ചേർത്തിണക്കിക്കൊണ്ട് അതിനാവശ്യമായ സ്ഥലം കണ്ടെത്തി നൽകുന്നതിന്, ഒപ്പം സ്ഥലം നൽകുന്നതിന്, അതിനൊക്കെയുള്ള വിശാലമായ ഒരു പദ്ധതിയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. സ്ഥലമാണ് അവിടുത്തെ പ്രശ്നം, അതിനടക്കം പരിഹാരമുണ്ടാക്കാമെന്നാണ് വയനാട്ടുകാരാണ് ഞങ്ങളുടെ മാനേജ്മെൻറ്റ്, താങ്കൾക്കും അറിയാവുന്നതുപോലെ. അപ്പോൾ അതിനുള്ള സ്ഥലമടക്കം ലഭ്യമാക്കുന്നതിൽ അവർ മുൻകൈ എടുക്കുകയാണ്. കോൺഗ്രസിന്റെ ഈ ഭവന നിർമ്മാണ പദ്ധതിയും ഇതുമായി ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിച്ച് ഒറ്റ പ്രോജക്റ്റായി മുന്നോട്ട് പോകുന്നതിനാണ് താങ്കളെയും ഒപ്പം കോൺഗ്രസിനെയും കോൺഗ്രസ് നേതൃത്വത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കത് ഗൗരവമായിട്ട് ആലോചിക്കാവുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരു നല്ല ടൗൺഷിപ്പോട് കൂടി ഒരു കമ്മ്യൂണിറ്റി ലിവിങ് അവിടെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യും. അതിനോട് പൂർണ്ണമായി ഞങ്ങൾ സഹകരിക്കുകയും ചെയ്യും. വളരെ നന്ദി വി ഡി സതീശൻ. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നമ്മുടെ നാടാണ് വയനാട് എന്ന രീതിയിൽ വയനാടിനെ വീണ്ടെടുക്കാം. നമുക്ക് അവിടെ MP ആരാണ്, MLA ആരാണ്, രാഷ്ട്രീയം എന്താണ്, അതൊന്നുമില്ലാതെ എല്ലാവരും ചേർന്നുള്ള ഒരു ക്രിയാത്മകമായ, താങ്കൾ പ്രതിപക്ഷ നേതാവായപ്പോൾ പറഞ്ഞതുപോലെ ക്രിയാത്മക പ്രതിപക്ഷം എന്ന നിലയിൽ സർക്കാരിനൊപ്പം എല്ലാ സംവിധാനങ്ങളും ചേർത്തുകൊണ്ട് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. അതിനായി ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞ താങ്കൾക്ക്, താങ്കളുടെ നല്ല മനസ്സിന് നന്ദി ശ്രീ വി ഡി സതീശൻ.